എല്ലാ ദിവസവും ഒരു പേഷ്യൻ്റെങ്കിലും തലകറക്കത്തിന്റെ ബുദ്ധിമുട്ടുമായിട്ട് ഒ പിയിൽ വരാറുണ്ട്. തലകറക്കം പല കാരണം കൊണ്ടുണ്ടാവാം. ചില പേഷ്യൻസ് എഴുന്നേൽക്കുമ്പോൾ ഉണ്ടാകുന്ന കണ്ണിൽ ഇരുട്ട് കയറുന്ന ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ അസംബ്ലി ക്യൂവിലൊക്കെ നിൽക്കുന്ന സമയത്ത് തലകറങ്ങി വീഴുന്നതൊക്കെ തലകറക്കമായിട്ട് പറയാറുണ്ട്. പക്ഷെ തലകറക്കവും ആ ഗിഡിനെസ്സും തമ്മിൽ വ്യത്യാസമുണ്ട്. തലകറക്കം എന്ന് പറയുന്നത് ട്രൂ വേർട്ടൈഗോ എന്ന് പറയുന്നത് ഒന്നുകിൽ നമ്മുടെ തല തിരിയുന്നതായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ചുമരും ചുറ്റുമുള്ള സാധനങ്ങളൊക്കെ കറങ്ങുന്നതായിട്ട് തോന്നുകയാണെങ്കിൽ അതിനെയാണ് ട്രൂ വേർട്ടൈഗോ അല്ലെങ്കിൽ തലകറക്കം എന്ന് പറയുന്നത്. നമ്മളെ കണ്ണ്, ചെവി, പേശികൾ, അതുപോലെ കഴുത്തിന്റെ അവിടെയുള്ള നട്ടല്, ഇതിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന ഇൻപുട്ട് തലച്ചോറിലേക്ക് പോയിട്ടാണ് നമ്മളെ ബാലൻസിനെ കൺട്രോൾ ആക്കുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു അവയവത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ബാലൻസ് നഷ്ടപ്പെട്ട് നമുക്ക് തലകറക്കം അനുഭവപ്പെടാം. നമ്മുടെ ചെവിയിൽ ഉണ്ടാകുന്ന അണുബാധ, അല്ലെങ്കിൽ ലാബ്രിന്തിൽ ഉണ്ടാകുന്ന പ്രശ്നം, അല്ലെങ്കിൽ നട്ടലിനുണ്ടാകുന്ന, കഴുത്തിലെ എല്ലിനുണ്ടാകുന്ന തേയ്മാനം, ഇതൊക്കെ തലകറക്കം ഉണ്ടാക്കാൻ കാരണമാകാം. ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പേഷ്യൻസ് വരുന്നത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉണ്ടാകുന്ന തലകറക്കമാണ്. ഇത് പലപ്പോഴും ബാലൻസിന്റെ പ്രശ്നമാണ്. ഇതിന് പലപ്പോഴും മെഡിസിൻ എടുക്കേണ്ട അല്ലെങ്കിൽ ടാബ്ലറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. ചില ചെറിയ എക്സസൈസുകൾ അല്ലെങ്കിൽ കിടത്തിയുള്ള ചില മാനുവേഴ്സ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റും. നിത്യമായിട്ട് യോഗ പരിശീലിക്കുന്നതും അതുപോലെ ചെറിയ ചെറിയ എക്സസൈസ് ചെയ്യുന്നതൊക്കെ ഇത് വരുന്നതും അതുപോലെ തന്നെ രണ്ട് വേർട്ടൈഗോ അറ്റാക്കുകൾ തമ്മിലുള്ള ഗ്യാപ്പിനൊക്കെ കൂട്ടാൻ സഹായിക്കും. ചിലപ്പോൾ ഈ തലകറക്കം ചില സ്ട്രോക്കിന്റെ ലക്ഷണങ്ങളായിട്ട് വരെ വരാം. അതുകൊണ്ട് തലകറക്കം അനുഭവപ്പെടുന്ന സമയത്ത് പ്രാഥമികമായിട്ട് ഒരു ജനറൽ ഡോക്ടറോ അല്ലെങ്കിൽ ഒരു ENT ഡോക്ടറോ കാണിച്ചിട്ട് അഭിപ്രായം എടുക്കേണ്ടതുണ്ട്. അതിനുശേഷം കൺഫേം ആക്കി ഏത് തരത്തിലുള്ള തലകറക്കാണ് നമുക്ക് വരുന്നതെന്നുള്ളത് കൺഫേം ആക്കിയിട്ട് അതിനനുസരിച്ചുള്ള ചികിത്സ എടുക്കാം. ഓക്കെ, താങ്ക് യു.